പൂജ പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ആ തരത്തിലുള്ള ഊർജ്ജമാണ് ഇവിടെ ഓരോ ഗ്രാമവാസികൾക്കും ഉള്ളത്. ഇതാ ഫിൻലൻഡിന്റെ താരം ആദ്യ ത്രോ എടുക്കാൻ ആദ്യ ട്രൈയിലേക്ക് ഇറങ്ങുന്നു. ആ ത്രോ കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ ബോയ്, നമ്മുടെ സ്വർണ്ണക്കുട്ടൻ ഇറങ്ങും, നീരജ് ചോപ്ര ഇറങ്ങും. നീരജ് ചോപ്രയുടെ ആദ്യത്തെ ത്രോ എത്ര ദൂരം പോകും എന്നുള്ള കാര്യം കാണാൻ വേണ്ടി, അത് അറിയാൻ വേണ്ടി ഇവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ നീരജ് ചോപ്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരു കാര്യം, ഈ ഗ്രാമവാസികൾക്കിടയിൽ വന്ന സമയത്ത് എന്നോട് ചിലർ കൗതുകമായിട്ടെങ്കിലും പറഞ്ഞു. അതായത് 12 വയസ്സിൽ 90 കിലോ ഭാരമുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു. ഒരുപാട് ഭക്ഷണമെല്ലാം കഴിച്ച് അദ്ദേഹത്തിന്റെ അമ്മൂമ്മ ഒരുപാട് ഭക്ഷണം കൊടുത്ത് 12 വയസ്സിൽ ഏകദേശം 90 കിലോ ഭാരമുണ്ടായിരുന്നു. പിന്നീട് വണ്ണം കുറയ്ക്കാനായിട്ട് ജിമ്മിൽ കൊണ്ട് ഇവിടെ ഇദ്ദേഹത്തിന്റെ ഗ്രാമമായിട്ടുള്ള ഖാന്ദ്രയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ മാറിയുള്ള ഇതാ അദ്ദേഹം തയ്യാറെടുക്കുകയാണ്. എന്തായാലും നീരജ് ചോപ്ര ത്രോയിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അങ്ങനെ അദ്ദേഹം ജിമ്മിൽ ചേർന്ന ശേഷം അവിടെ മറ്റൊരാൾ നമ്മള് കാത്തിരുന്ന നിമിഷം നീരജിന്റെ ആദ്യത്തെ से बचना जरूरी। रेड फ्लैग, क्या वो लाइन टच हुई थी? जी बिल्कुल ये फाउल हो गया था थोड़ा सा, ये देखिए അത് ഫൗളായിരിക്കുന്നു. നീരജിന്റെ ആദ്യ ട്രൈ ഫൗളായിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു നിരാശയാണ്. പക്ഷെ ഇനിയുമുണ്ട്. ആദ്യ എലിമിനേറ്റർ മുമ്പായി തന്നെ 2 ട്രൈ ഉണ്ട്. അത് ലൈനിൽ ടച്ച് ആയിരിക്കുന്നു. നീരജ് ത്രോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ ലൈനിൽ ടച്ചായി. ഈ ഇതുവരെ മത്സരിച്ച 8 പേരിൽ 3 പേരും ഫൗളായിരിക്കുന്നു. പാകിസ്ഥാൻ താരം, ഒപ്പം തന്നെ ജർമ്മൻ താരം, ഇപ്പോൾ നീരജ് ചോപ്രയും. അങ്ങനെയാണ് മത്സരം പുരോഗമിക്കുന്നത്. അർജുൻ, ഒരു നിരാശയുണ്ടല്ലേ അവിടെ? देखते हैं बनता क्या है। ऑफ द ब्लॉक्स ऑफ शुरुआत करते हैं। वर्ल्ड रिकॉर्ड, ओलंपिक रिकॉर्ड दोनों एक ही खिलाड़ी पर പൂജ നിരാശ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയുള്ളവരുടെ മുഖത്ത്. കാരണം ആദ്യത്തെ ത്രോ എന്ന് പറയുന്നത് ഫൗളായിരിക്കുന്നു. അദ്ദേഹം ആ റണ്ണപ്പ് എടുത്ത് ജാവലിൻ റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് അദ്ദേഹത്തിന്റെ റണ്ണപ്പ് കുറച്ച് കൂടിപ്പോയി. മാത്രമല്ല ജാവലിൻ റിലീസ് ചെയ്തതിനു ശേഷം ആ വര കടന്ന് അദ്ദേഹം മുന്നോട്ട് വീണിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഫൗളായിരിക്കുന്നത്. ആ വര കടന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഫൗളാണ്. പക്ഷേ വിഷമിക്കേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. ഇനി 2 ട്രൈ കൂടിയുണ്ട്, 2 ത്രോ കൂടിയുണ്ട്. അത് മികച്ച പ്രകടനം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അവിടെ വീണ്ടും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഗോൾഡ് അടിക്കാൻ സാധിക്കും. ഈ മത്സര ഇനങ്ങളുടെ പ്രത്യേകിച്ചും ജാവലിൻ ത്രോയുടെ ഒരു മികവ് തന്നെ, ഒരു പ്രവചനാതീത സ്വഭാവം തന്നെ അത് തന്നെയാണല്ലോ. 3 ത്രോ ഉണ്ട്, എന്തും സംഭവിക്കാം. ആദ്യമുള്ളവൻ പിന്നിലോട്ട് പോകാം, പിന്നിലോട്ട് വന്നവൻ ആദ്യത്തേക്ക് കയറി വരാം. അങ്ങനെ ഫൗളായവൻ സ്വർണ്ണമടിച്ച ചരിത്രം പോലും ഉണ്ട്. പക്ഷേ നീരജ് ചോപ്രയെ സംബന്ധിച്ച് ആദ്യത്തെ ത്രോ തന്നെ ആളുകളെ ഞെട്ടിപ്പിച്ചെറിയുക എന്നുള്ളതാണ്. പക്ഷേ ആ ത്രോ എടുത്തു കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന്റെ മുഖത്തൊരു നിരാശയുണ്ടായിരുന്നു. അതേ നിരാശ എനിക്കിവിടെയുള്ള ഗ്രാമവാസികളുടെ മുഖത്തും കാണാൻ സാധിക്കുന്നു. ഒരു മൂകത പെട്ടെന്ന് അവരുടെ മുഖത്തേക്ക് വന്നിരിക്കുന്നു. എന്തായാലും അത് മറികടന്ന് അടുത്ത 2 ത്രോ അദ്ദേഹം 80-നും 85-നും 90 മീറ്ററിനും അപ്പുറത്തേക്ക് എറിയാൻ സാധിക്കട്ടെ. ഈ ജാവലിൻ ത്രോയിലെ ലോക റെക്കോർഡായിട്ടുള്ള 96 മറികടക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മുടെ ഗോൾഡൻ ബോയ് ഒരിക്കൽ കൂടി ടോക്കിയോ ഒളിമ്പിക്സിന് ശേഷം ഒരിക്കൽ കൂടി നമുക്ക് സ്വർണം കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും 2 ത്രോ കൂടി ബാക്കിയുണ്ട്. തീർച്ചയായിട്ടും മറ്റ് കളിക്കാരുണ്ട്, അവരുടെ എല്ലാവരുടെയും ത്രോ കഴിയണം, അവരുടെ എല്ലാവരും ഊഴം കഴിയണം. അതിനുശേഷമായിരിക്കും നമ്മുടെ നീരജ് ചോപ്ര വീണ്ടും ത്രോ എടുക്കാനായിട്ട് വരിക. ഈ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും അധികം പ്രതീക്ഷ, സ്വർണം ഇന്ത്യക്ക് വേണ്ടി കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഏറ്റവും അധികം പ്രതീക്ഷയുള്ള താരമാണ് നീരജ് ചോപ്ര. ആ പ്രതീക്ഷ തെറ്റിക്കാതെ അദ്ദേഹം നമുക്ക് വീണ്ടും സ്വർണം കൊണ്ടുവരും. ജാവലിൻ ത്രോയിൽ, അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് വീണ്ടും ഒരു സ്വർണം കൊണ്ടുവരും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയ്ക്ക് യാതൊരു മംഗലമേറ്റിട്ടില്ല. കാരണം ഈ 3 ത്രോയിൽ ഏതാണോ ഏറ്റവും മികച്ചത് എന്നേ നോക്കുള്ളൂ. അല്ലാതെ 3ന്റെയും ടോട്ടലോ 3ഉം കൂട്ടിയോ ഒന്നുമല്ല. ഏതാണ് മികച്ച ത്രോ, ആരൊക്കെ എത്രയൊക്കെ ദൂരത്തേക്ക് എറിഞ്ഞു, അതിൽ ഏറ്റവും മികച്ചതാരാണ്, ആ ഒരു ത്രോ, ആ ഒരൊറ്റ ത്രോയിലാണ് എല്ലാം ഇരിക്കുന്നത്. ആ ത്രോ ഇനിയും അവസരമുണ്ട്, ഇനി 2 അവസരമുണ്ട്, മറ്റു കളിക്കാർക്കുമുണ്ട്. പക്ഷേ അവിടെ നിന്നും ഈ നമ്മുടെ നീരജ് ചോപ്രയെ, നമ്മുടെ ഗോൾഡൻ ബോയെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ കൺസിസ്റ്റൻസിയാണ്, അദ്ദേഹത്തിന്റെ പവറാണ്, അദ്ദേഹത്തിന്റെ സ്കില്ലാണ്, അദ്ദേഹത്തിന്റെ പാഷനാണ്. പക്ഷെ ഇനിയും കിടപ്പുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം. ഇതൊക്കെ എന്ത് എന്ന് നമുക്ക് പറഞ്ഞല്ലേ. പൂജ, തീർച്ചയായിട്ടും നമ്മള് ആദ്യത്തെ ഈ 12 പേരുടെയും ആദ്യത്തെ ഊഴം അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ആ കൂട്ടത്തിൽ
ഫിൻലൻഡ് താരമാണ് ആദ്യത്തെ ഊഴമെടുത്ത് നമുക്കിനി രണ്ടാമത്തെ റൗണ്ടിലേക്കാണ് പോകുന്നത്, രണ്ടാമത്തെ ത്രോയിലേക്കാണ് പോകുന്നത്. അതിൽ തീർച്ചയായിട്ടും പ്രതീക്ഷ ഉണ്ട് അല്ലേ? അതെ, പ്രതീക്ഷ ഇല്ലാണ്ട് എവിടെ പോകാനാണ് ഇനി. അർജുൻ അവിടെ നിന്ന് ഇങ്ങനെ ആരോഗ്യത്തോടെ പറയുന്ന ഒരു കാര്യമാണ്, ഇനിയും ത്രോ കിടക്കുകയാണ്. കഴിഞ്ഞ അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ് ഇനി അവസരങ്ങൾ നിറയെ കിടക്കുകയല്ലേ. കഴിഞ്ഞ ഒളിമ്പിക്സിലും ടോക്കിയോ ഒളിമ്പിക്സിലും നീരജ് ഒരു ത്രോ ഫൗളായിരുന്നു. 4 ത്രോ മാത്രമാണ് അറിഞ്ഞത്, അതിൽ തന്നെ ബെസ്റ്റ് കണ്ടെത്തി, അതിൽ ഒരു ത്രോ ഫൗളായിരുന്നു. അതേപോലൊക്കെ കണക്ക് കൂട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. നമ്മൾ അതാണല്ലോ പ്രതീക്ഷിച്ചിരിക്കുന്നതോ. അതിന് തൊട്ട് മുൻപായിട്ട് തന്നെ 2 ഫൗൾ ഉണ്ടായിരുന്നു. എന്തോ ഒരു പാകപ്പിഴകൾ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാക്കാം, പക്ഷെ അതെല്ലാം തരണം ചെയ്ത് വരിക എന്നുള്ളത് മാത്രമാണ്. നിരാശയില്ല. ഈ ആദ്യ ത്രോയിൽ നമ്മൾ ഒന്നുകൂടെ അതിന്റെ ഒരു സമ്മറി പറയുകയാണെങ്കിൽ, ആദ്യ ത്രോയിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് ട്രിനാഡിന്റെ താരം വാൽക്കോട്ടാണ്. 86.16 അദ്ദേഹത്തിന്റെ സീസണിലെ ബെസ്റ്റ് ആണ്. അതും ലോക 1-ാം നമ്പർ താരം കൂടിയാണ്. അതെ, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് തൊട്ട് താഴെ ഗ്രനേഡയുടെ എ പീറ്റേഴ്സ് ആണ്. 84.70 മീറ്റർ. അങ്ങനെയാണ് ഓരോ കണക്കുകൾ പോകുന്നത്. അതിൽ 3 പേര്, പാകിസ്ഥാന്റെയും ഇന്ത്യയുടെ നീരജ് ചോപ്രയും, ഒപ്പം മറ്റൊരാൾ എനിക്ക് തോന്നുന്നു ജർമ്മനിയുടെ വെബറും, പ്രധാനപ്പെട്ട കഴിഞ്ഞ തവണത്തെ എതിരാളിയെന്ന് വെബറും കൂടിയാണ്. ഇവർ 3 പേരാണ് ഇപ്പോൾ മെഡൽ സാധ്യതയിൽ ഏറ്റവും മുന്നിലുള്ളവരാണ് എന്നുള്ളതാണ്. അതാണ് അർജുൻ പറഞ്ഞതുപോലെ ഇനി 2 ത്രോയും കൂടി ഉണ്ട്, എന്തായാലും ഉറപ്പാണ് എന്നുള്ളത് കൂടിയാണ്.